കേരളീയ വിഭവങ്ങളിൽ എടുത്തു പറയേണ്ട ഒന്നാണ് കിഴങ്ങ് വർഗ്ഗങ്ങളുടെ രാജാവായ ചേന കൊണ്ടുള്ള മെഴുക്കുവരട്ടി. പുറമേ ചെറിയൊരു മുരിഞ്ഞ പാകവും ഉള്ളിൽ നല്ല വെണ്ണ പോലെ അലിഞ്ഞു പോകുന്ന പരുവവുമാണ് ഇതിൻ്റെ പ്രത്യേകത. ലളിതമായ ചേരുവകൾ കൊണ്ട് തയ്യാറാക്കാമെങ്കിലും ഇതിൻ്റെ രുചി ഒട്ടും ലളിതമല്ല കേട്ടോ. വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്ത ചെറിയുള്ളിയും സവാളയും കുത്തിമുളകും കറിവേപ്പിലയും എല്ലാം കൂടി ചേരുമ്പോൾ കിട്ടുന്ന ഒരു ഗന്ധം മതി വിശപ്പ് വർദ്ധിപ്പിക്കാൻ. കഞ്ഞിക്കൊപ്പമോ ചൂട് ചോറിനൊപ്പമോ സൈഡ് ഡിഷായി വിളമ്പാൻ ഏറ്റവും മികച്ച വിഭവമാണ് ഈ ചേന മെഴുക്കുവരട്ടി. നമുക്കൊരു എളുപ്പത്തിലുള്ളൊരു ചേന മെഴുക്കുവരട്ടിയുടെ റെസിപ്പി കണ്ടാലോ? നമ്മളിവിടെ ഒരു കഷ്ണം ചേന എടുത്തതിൻ്റെ തൊലിയെല്ലാം ചെത്തി നമ്മൾ വൃത്തിയാക്കുക കേട്ടോ. നമ്മൾ ചേന മുറിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മളുടെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തൂത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ കൈ ചൊറിയാൻ സാധ്യത കൂടുതലാണ്. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് പുളിവെള്ളം ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പൊട്ടാസ്യം ചേനയിൽ ധാരാളമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് ഈ ചേന കഴിക്കുന്നത് കേട്ടോ. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് വർദ്ധിപ്പിക്കാതിരിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ചേന. അതുകൊണ്ടിട്ട് നമ്മൾ ഷുഗർ ഉള്ളവർക്കൊക്കെ ഇത് കുറച്ചൊക്കെ ഇത് കഴിക്കാവുന്നതാണ്. എന്നാലും അധികം ഒന്നും കഴിക്കാൻ പാടില്ല, കുറച്ച് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അതേപോലെ നമ്മൾ ഈ ചേന കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ചീത്ത കൊളസ്ട്രോളൊക്കെ കുറഞ്ഞ് നമുക്ക് നല്ല കൊളസ്ട്രോൾ വർദ്ധിക്കാൻ വേണ്ടി നല്ലതാട്ടോ ഈ ചേന കഴിക്കുന്നത്. ചേനയ്ക്ക് ഇനി ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ ഹോർമോൺ വ്യതിയാനങ്ങൾ ക്രമപ്പെടുത്താൻ സഹായിക്കുന്ന ഘടകങ്ങളൊക്കെ ചേനയിലുണ്ട്. ആർത്തവവിരാമ കാലഘട്ടത്തിൽ അസ്വസ്ഥതകൾ കുറയ്ക്കാനുള്ള ചേരുവകളൊക്കെ നമ്മുടെ ഈ ചേനയിലുണ്ട്. അതുപോലെ തന്നെ നാരുകൾ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ചേന കഴിച്ചാൽ പെട്ടെന്ന് നമുക്ക് വിശപ്പ് തോന്നത്തുമില്ല. അതുപോലെ തന്നെ അമിതമായ ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കാൻ നമുക്ക് സഹായകരമാവും. നമ്മൾ ചേന കഴിക്കുമ്പോൾ നമ്മുടെ വയറൊക്കെ നിറഞ്ഞതുപോലെ തോന്നും കേട്ടോ. അപ്പോൾ നമ്മളുടെ ചേനയൊക്കെ നമ്മൾ വെട്ടി നമ്മൾ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളത്തിൽ ഞാൻ അല്പം ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ ചൊറിച്ചിലൊന്നും അനുഭവപ്പെടത്തില്ല. നമുക്ക് ഈ ചേന ചൊറിയാൻ കാരണമെന്ന് പറഞ്ഞാൽ ചേനയിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യം ഓക്സലേറ്റ് നമുക്ക് ചില സമയങ്ങളിൽ ചൊറിച്ചിലുണ്ടാക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് വെള്ളത്തിലോ അല്ലെങ്കിൽ ഉപ്പും പുളിയും ചേർത്ത് വെള്ളത്തിലോ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും ചൊറിച്ചിലുണ്ടാവത്തില്ല കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ചേനയുടെ തൊലിയൊക്കെ കളയുന്ന സമയത്ത് നമ്മൾ ദശയോട് ചേർന്നുള്ള ഭാഗം നന്നായിട്ട് ചെത്തിക്കളയണം. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പം ചൊറിച്ചിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് കേട്ടോ. നമ്മൾ മെഴുക്കുവരട്ടി കഴിയുമ്പോൾ എപ്പോഴും ഈ ഇതുപോലെ ചതുര കഷ്ണങ്ങളൊക്കെ ആയിട്ട് അരിയുന്നതായിരിക്കും നല്ലത് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ചേന പാകം ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ മെഴുക്കുവരട്ടി വെക്കുന്നതെങ്കിൽ നമുക്ക് വലിയ തൊണ്ട ചൊറിച്ചിലും കാര്യങ്ങളും ഒന്നും ഉണ്ടാവത്തില്ല. ചിലപ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഇതുമൂലം ചൊറിച്ചിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ തിളപ്പിച്ച വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ഇതാക്കി എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പം നമ്മൾ ചേനയൊക്കെ അരിഞ്ഞ് ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് അതിനകത്തേക്ക് അല്പം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് വെന്ത് വരട്ടെ. അപ്പോഴത്തേക്കും നമ്മളിവിടെ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചതച്ചത് തൊലിയോട് കൂടി ചതച്ച് വെച്ചിരിക്കുന്നതാണ്. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്ത് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണയൊക്കെ ചൂടായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കടുക് പൊട്ടിക്കുന്നുണ്ട്. ആ കടുകൊന്ന് പൊട്ടാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മളിതിലേക്ക് അല്പം പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെരിഞ്ജീരകത്തിൻ്റെ ചുവ ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി. ഇവിടെ പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും വലിയ ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെരിഞ്ജീരകം ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ കടുകും പെരിഞ്ജീരകമൊക്കെ പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ കുറച്ചേറെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ചേർത്തതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചെറിയ രീതിയിലൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളി സവോള ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി ഒരു ബ്രൗണിഷ് കളറാവുന്ന വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ ചേന കൊണ്ട് നമുക്ക് ഒരുപാട് മെഴുക്കുവരട്ടികൾ, അതുപോലെ തന്നെ ചേനയും വൻപയർ മെഴുക്കുവരട്ടി, ചേന എരിശ്ശേരി, ചേന മുളകുശ്യം, അങ്ങനെ ഒരുപാട് കറികൾ ഈ ചേന കൂട്ടി ഉണ്ടാക്കും കേട്ടോ. ഈ ചേന ഇട്ടിട്ട് ഉണക്കമീൻ കറിയൊക്കെ വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ ചേന കൊണ്ടിട്ട് തൈര് പച്ചടി, ചേന കാളം വെക്കും, ചേന തീയൽ വെക്കും, ചേന വറുത്തത്, ചേന കൊണ്ടാട്ടം, ചേന പുഴുക്ക്, അങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് ഈ ചേന കൊണ്ടിട്ട് പല പല റെസിപ്പികളുണ്ട്.
അപ്പോൾ ഇവിടെ നമ്മളുടെ സവോളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്ന സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ തേങ്ങാക്കൊത്ത് നമ്മൾ ആ എണ്ണയും കടുകൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് അതിനകത്തിട്ട് മൂപ്പിച്ചെടുക്കണമായിരുന്നു. ആ സമയത്ത് ഞാൻ വിട്ടുപോയി കേട്ടോ. അതുകൊണ്ടാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കൊക്കെ തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് വെക്കാൻ ഇഷ്ടമാണെങ്കിൽ നമ്മൾ കടുകൊക്കെ പൊട്ടിക്കുന്ന ആ സമയത്ത് വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ. മൂത്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ഭാഗത്തിന് മൂത്തൊക്കെ വന്നിട്ടുണ്ട്, ചെറിയൊരു കളർമാറ്റമൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുത്തിപ്പൊടിച്ച് വെച്ചിരിക്കുന്ന മുളകുണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് വർദ്ധിപ്പിക്കുന്നത് കേട്ടോ. ഇത്രയും എരിവ് കൂട്ടിയാണ് ഞാൻ ചേന മെഴുക്കുവരട്ടി എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ കുത്തിമുളക് കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിൻ്റെ പച്ചമണം പോകുന്ന വരെ നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറണേ. അപ്പോൾ നമ്മൾ നന്നായിട്ട് അതിന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ചേന ഇല്ലാത്തവർക്ക് ഇഷ്ടമില്ലാത്തവർക്ക് വരെ ഇഷ്ടമാവട്ടെ ഈ ചേന മെഴുക്കുവരട്ടി. നമ്മളെപ്പോഴും ചേന കഴുകുമ്പോൾ കുറച്ച് പുളിയും ഉപ്പിട്ട വെള്ളത്തിൽ തന്നെ കഴുകിയെടുക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്. അപ്പോൾ നമ്മളിതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേന വേവിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അല്പം മാത്രമേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ ചേനയ്ക്കൊരു പ്രത്യേക രുചിയും പ്രത്യേക ഒരു കളറും ഒക്കെ വരും കേട്ടോ. അതുകൊണ്ടാണ് ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമ്മളുടെ കുത്തിമുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്ന സമയത്ത് നമ്മളുടെ ചേന ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചേന വെന്ത വെള്ളം നമ്മൾ ഊറ്റിക്കളയണം കേട്ടോ. അത് ഉപയോഗിക്കാൻ പാടില്ല, ചിലപ്പോൾ ചൊറിച്ചിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മളുടെ ചേനയൊക്കെ നമ്മൾ വഴറ്റി വെച്ചേക്കുന്നതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ആവശ്യത്തിന് ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉപ്പ് വേണമെങ്കിൽ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മളുടെ മസാലയിലൊക്കെ ഇട്ട് നന്നായിട്ട് നമ്മുടെ ചേന വഴറ്റിയെടുക്കുക. അത് നല്ല ഫ്രൈ ആയ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ എടുക്കാൻ പറ്റും. നമ്മൾ ചെറിയ തീയിലിട്ട് കുറച്ച് അധികം സമയം നമ്മൾ വെയിറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. നല്ല ഫ്രൈ ആയി കിട്ടും. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ എയർ ഫെയറിലോ അല്ലെങ്കിൽ ഓവൻ ഉണ്ടെങ്കിൽ ഓവനിലൊക്കെ കയറ്റി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞൊക്കെ വരും. നമുക്കൊരു ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി നമ്മളുടെ ചേന മെഴുക്കുവരട്ടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കണേ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാൻ താങ്ക്സ് ഫോർ വാച്ചിങ്.